എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിലെ കടമുറികളുടെ വാടക പിരിച്ചെടുക്കാതെ അധികൃതർ. കോളേജിന്റെയും വിദ്യാർത്ഥികളുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട തുകയാണ് പിരിച്ചെടുക്കാൻ മടിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ 14 കടമുറികളുടെ കുടിശ്ശിക തുക എത്രയെന്നതിലും അധികൃതർക്ക് മറുപടിയില്ല. എറണാകുളം മഹാരാജാസ് കോളേജിന്റെ ഭാഗമാണ് മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം. സ്റ്റേഡിയം ഗാലറിയുടെ ഭാഗത്ത് ആകെ 14 കടമുറികളുണ്ട്. ഇത് വർഷങ്ങളായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടുമുണ്ട്. 14 കടമുറികളുടെയും വാടക കുടിശ്ശികയാണെന്നാണ് കോളേജ് അധികൃതർ വിവരാവകാശ രേഖയനുസരിച്ച് നൽകിയ മറുപടി. എന്നാൽ കുടിശ്ശിക തുക എത്രയെന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചാൽ കോളേജ് അധികൃതർക്ക് മറുപടിയില്ല. 2 വർഷത്തിന് ശേഷം നമ്മൾ പുതിയതായിട്ട് ഇപ്പോഴും ആ കടമുറികളിൽ വല്ല വാടക കുടിശ്ശികയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വിവരം നൽകാതെ മഹാരാജാസ് കോളേജ് അധികാരികൾ ഈ കടമുറികൾ കുടിശ്ശിക വരുത്തിയവരെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. 2022 സാമ്പത്തിക വർഷം വരെ മാത്രം 1,38 ലക്ഷം രൂപയായിരുന്നു കുടിശ്ശിക. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൂടി പരിഗണിക്കുമ്പോൾ ഇരട്ടിയിലധികം വരുമെന്നാണ് കണക്കുകൂട്ടൽ. കോടികൾ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുണ്ടായിട്ടും അധികൃതർ മൗനം തുടരുന്നത് വാടക നൽകാത്തവരെ സംരക്ഷിക്കാനാണ് എന്നാണ് ആക്ഷേപം. നമ്മൾക്കറിയാം മഹാരാജാസ് കോളേജിലെ കുട്ടികൾ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ട് പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാൻ പോലും സമൂഹത്തിൽ കടമെടുത്തും പിരിവെടുത്തുമൊക്കെയാണ് അവർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് കഴിഞ്ഞ 14 വർഷത്തിന് ശേഷം 1ാം സ്ഥാനം യുവജനോത്സവത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വികസനത്തിനും കോളേജിൻ്റെ ഉന്നമനത്തിനും വേണ്ടി വിനിയോഗിക്കേണ്ട ഈ കോടിക്കണക്കിന് രൂപ കുറേ വ്യക്തികളുടെ അല്ലെങ്കിൽ കുറേ കടകൾ വാടകയ്ക്ക് എടുത്ത് നടത്തുന്നവരിൽ കിടക്കുകയാണ്. കോളേജ് വികസന സമിതിയുടെ അധ്യക്ഷ ചുമതലയുള്ള ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ നിശബ്ദരാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ തന്നെ രേഖകൾ അനുസരിച്ച് 2018 ഫെബ്രുവരിയിലാണ് 4 വർഷത്തെ കുടിശ്ശിക വീഴ്ച വരുത്തിയ ചാവക്കാട് സ്വദേശിക്കെതിരെ നടപടിയെടുത്തത്. ഇതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിക്കേണ്ട തുക പിരിച്ചെടുക്കുന്നതിൽ കോളേജ് അധികൃതരും ജില്ലാ ഭരണകൂടവും നിശബ്ദത തുടരുകയാണ്. റിപ്പോർട്ടർ, കൊച്ചി.